മദനി നവജീവൻ പ്രൊവിൻസിനു വേണ്ടി കോട്ടയം ഗിരിദീപത്തിൽ വെച്ച് നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിൽ പക്വം യൂസഫ് പിതാവ്. പ്രൊവിൻഷ്യൽ എന്നുള്ള രീതിയിൽ എനിക്കാണ് നിയോഗം ലഭിച്ചത്. 2012 ലിൻസൺ ചേരുന്നു. 2014 +1+2 പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ജിബിനും വർഗീസും വരുന്നത്. ഈ അവസരത്തിൽ പ്രൊവിൻഷ്യൽ എന്നുള്ള രീതിയിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എനിക്ക് അറിയാം. പരിശീലനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ റെക്ടറായിട്ട് കൂടി നിയമിതനായി. ഓൺലൈൻ റെക്ടർ എന്നാണ്, കോവിഡ് കാലത്തായതുകൊണ്ട് ഓൺലൈൻ റെക്ടറായിട്ടാണ് ശുശ്രൂഷ നിർവഹിച്ചത്. എങ്കിലും ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. പിന്നീട് ജനറൽ എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ പരിശീലന പ്രക്രിയയിൽ ഇടപെടുകയുണ്ടായി. ഇന്ന് വൈദികരായിട്ട് അഭിഷേകം സ്വീകരിക്കുന്നതായ അവസരത്തിൽ 3 പേർക്കും എല്ലാവിധമായ ഭാവുകങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷാജനച്ചൻ വളരെ മനോഹരമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ചക്രീകലേലത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഈ വർഷം ജൂബിലി വർഷമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയുടേതായ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നമ്മളോട് പറയുന്നു. നമ്മൾ ഈ പ്രത്യാശയുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതാണ് കഴിഞ്ഞ നാളുകളിൽ റോമിൽ നടന്ന സിനോദോസിൻ്റെ തുടർന്ന് പ്രസിദ്ധീകരിച്ചതായ ഔദ്യോഗികമായ ഡോക്യുമെൻ്റ്. ഒരു ആമുഖവും ഒരു ഉപസംഹാരവും കൂടാതെ 5 അധ്യായങ്ങളുണ്ട്. 7 അധ്യായങ്ങൾക്കകത്തും ഉദ്ധിതനായ യേശുവിനെ കുറിച്ചുള്ളതായ പ്രത്യക്ഷീകരണത്തിൻ്റെതായ സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് പ്രത്യാശയുടേതായ ചിന്ത ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മരണവാർത്തയെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ സാധിച്ചില്ല. അവരെല്ലാം ചിതറിക്കപ്പെടുന്നതായ, പിൻവാങ്ങുന്നതായ നിമിഷങ്ങൾ. ആ നിരാശയുടേതായ നിമിഷങ്ങളിലാണ് പ്രത്യാശയുടെ ചിന്തയുമായിട്ട് ഉദ്ധിതനായ യേശു ഓരോരുത്തരെയും വന്ന് കാണുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗം അതുതന്നെയാണ്. യേശു അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് അവർ നിയോഗിക്കുന്നതായ ഒരു ശുശ്രൂഷ. എനിക്ക് തോന്നുന്നു പ്രത്യാശയുടെ വാഹകരാകുവാൻ വേണ്ടിയാണ് ഈ ദൈവത്തിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച സമർപ്പത ജീവിതം നയിക്കുന്നതായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. പ്രത്യാശയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ ജൂബിലി വർഷത്തിൽ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട 3 പേരും പ്രത്യാശയോടുകൂടി, 3 പേരും വളരെ സന്തോഷമുള്ളവരാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നമ്മളെ അഭിമുഖീകരിക്കുക. ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, സമചിത്തതയോടുകൂടി അതിനെ അതിജീവിക്കുവാൻ ശക്തിയുള്ളവരും കൂടിയാണ്. ആ പ്രത്യാശയുടെ വലിയ സന്ദേശം, ആ പ്രത്യാശയുടെ സുവിശേഷം അനേകർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഈ പൗരോഹിത്യ ജീവിതം കാരണമാകട്ടെ എന്ന് മാത്രം പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി 3 പേർക്കും എല്ലാവിധമായ ഭാവങ്ങളും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ബദനി സന്യാസി സമൂഹത്തിനും സൂചിപ്പിക്കപ്പെട്ടതുപോലെ 8 പേരാണ് ഈ വർഷം പട്ടം സ്വീകരിക്കുക. അപ്പോൾ 8 പേർ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ബദനി കൂടുതൽ ശക്തിയാകുകയാണ്. ബദനിയുടെ പ്രേക്ഷിത മേഖലകളിലൊക്കെ ആ ശക്തി, ആ സന്തോഷത്തിൻ്റെതായ, പ്രത്യാശയുടേതായ ചൈതന്യം പകർത്തുവാനായിട്ട് കൂടുതലായിട്ട് സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.